ഹലോ എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഡോണയാണ്. അപ്പോൾ സ്കൈഹോക്ക് വഴി ജർമ്മനിയിലെത്തി ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന കുട്ടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് അഡോണേൻ്റെ വിശേഷങ്ങൾ അറിയാം. അഡോണ ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഒരു ഡ്രീം അച്ചീവ് ചെയ്തു. അപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് തോന്നുന്നത്? ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് ഒത്തിരി വരാനായിട്ടൊക്കെ നോക്കി കുറേയൊക്കെ നടന്നില്ല. അപ്പോൾ ആ സമയത്താണ് സ്കൈഹോക്കിനെ നമ്മൾ കാണുന്നത്. അപ്പം അവിടെ നിന്ന് ഇവിടെ വരെ ഓൾ ത്രോ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പ്രോസസ്സിംഗ് ഒക്കെ ആണെങ്കിലും എല്ലാം നല്ലതായിട്ട് നടന്നു. ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നു. പകുതി എത്തി നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും +2 കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിലും കുറച്ചും കൂടി എളുപ്പമായിരിക്കാം. പക്ഷേ ജർമ്മൻ പോലെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിയിൽ തന്നെ ഒരു നേഴ്സിംഗ് കരിയർ ചൂസ് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ എടുക്കാനുള്ള റീസൺ എന്തായിരുന്നു? പണ്ട് മുതലേ എനിക്ക് ഉള്ളൊരു ആഗ്രഹമായിരുന്നു പുറത്തുപോയി പഠിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ പഠിച്ച സമയത്ത് ഞാൻ ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത വഴിയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇവിടെ വന്ന് പഠിച്ചത് നന്നായി, പഠിക്കുന്നത് നന്നായി, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുമല്ല, നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴത്തേക്കും നമ്മളെ പേരൻസിനാണെങ്കിൽ അതൊരു ബർഡനാണ്. നമ്മൾ അത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്താണ് പോകേണ്ടത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ചെറു പ്രായത്തിൽ തന്നെ അങ്ങനെ ഒരു പൈസ ചിലവില്ലാതെ അതും സ്റ്റൈഫൻഡ് കിട്ടി പഠിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇത് അച്ചീവ് ചെയ്തു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇപ്പോൾ ജർമ്മനി ആണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നേഴ്സസിന്. അപ്പോൾ എന്തായാലും ആ ഒരു ഡിസിഷൻ എന്തായാലും നല്ലൊരു ഡിസിഷനാണ്. ഒരിക്കലും അതിലൊരു റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല.